അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു കേക്കാണ് തയ്യാറാക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം നമുക്കൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടറോ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എടുക്കാം. നെയ്യോ ബട്ടറോ ഉണ്ടെങ്കിൽ അതന്നെ എടുത്താൽ മതി. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ മുട്ടയുടെ വെള്ളയിലേക്കും 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആകെ ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പിനേക്കാളും ഒരു ടേബിൾ സ്പൂൺ കുറവ്. അതിന് ഒരു ചെറിയ ടീസ്പൂണോ 1/2 ടീസ്പൂണൊന്നും കൂടിപ്പോയാലും കുറഞ്ഞു പോയാലൊന്നും വലിയ കുഴപ്പമില്ല. അധികം കൂടിപ്പോകരുത്. ഇതിപ്പോൾ പച്ചരി പൊടിപ്പിച്ചെടുക്കുന്ന വർക്കൊന്നും ചെയ്യാത്ത സാധാരണ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അരിപ്പൊടി നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ ആദ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു കട്ടിയിൽ നമുക്കിത് കലക്കിയെടുക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് നമ്മൾ ഇതിൽ ചേർക്കേണ്ട പാലിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. പല പൊടിക്കും നമ്മൾ പല അളവിലായിരിക്കും പാല് ചേർക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ പാല് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഇഡ്ഡലി മാവിൻ്റെ കട്ടിയിൽ കലക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രം ആയതുകൊണ്ട് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും നന്നായിട്ട് പതഞ്ഞു വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഞാനിതൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുള്ള പാത്രത്തിൽ തീരെ വെള്ളമൊന്നും ഉണ്ടാവരുത്. പിന്നെ മുട്ടയുടെ മഞ്ഞൊന്നും ഇതിൽ തീരെ ചേരുകയും ചെയ്യരുത്. എന്നാലിത് വേഗത്തിൽ നന്നായിട്ട് പതഞ്ഞു വരുള്ളൂ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പതഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ഒന്നുമല്ല, സാധാരണ പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി പതപ്പിച്ചെടുക്കാം. അപ്പോൾ വനില എസൻസ് തന്നെ ചേർക്കണമെന്നില്ല, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടി ആയാലും മതി. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരണം. നമ്മൾ ഈ പാത്രം ഇതുപോലെ ഒന്ന് കമിഴ്ത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലുള്ളത് താഴെ പോകരുത്. അപ്പോൾ അത്രയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞയും അരിപ്പൊടിയും ചേർത്തുള്ള മിക്സ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ വെള്ളമൊക്കെ നന്നായിട്ട് പതഞ്ഞ് തന്നെ ഇരിക്കണം. എന്നാൽ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ മിക്സ് ഒരു 3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഇത് ആവി കയറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബേക്കിംഗ് ടിൻ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ആവി കയറ്റിയെടുക്കാൻ പറ്റിയൊരു പാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ കുറച്ച് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ബട്ടർ പേപ്പർ ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒട്ടി പിടിക്കൊന്നുമില്ല. ഇനി ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഈ പാത്രം നിറയെ ഒഴിക്കരുത്. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു പാത്രം വേണം എടുക്കാൻ. ഇനി ഇതൊന്ന് തട്ടി കൊടുത്ത ശേഷം നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഇതിന് നമുക്ക് സ്റ്റീമറിലോ കുക്കറിലോ അല്ലെങ്കിൽ ഇതുപോലെ മൂടി വെക്കാനൊക്കെ പറ്റുന്ന വലിയൊരു പാത്രത്തിലോ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുള്ള പാത്രം വെള്ളത്തിൽ തട്ടരുത്. അപ്പോൾ കുറച്ച് ഉയരമുള്ളൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. കേക്ക് നമുക്ക് ഒരു 35-40 മിനിറ്റൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. എന്നാലും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവിയൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇതുപോലൊരു മൂടിയോ അല്ലെങ്കിൽ ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം.
ഒരു 35-40 മിനിറ്റൊക്കെ വേണ്ടി വരും ഇത് വെന്ത് വരാൻ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. ഒരു 30 മിനിറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തുറന്നിട്ട് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ഒരു 5-10 മിനിറ്റും കൂടെ വെച്ച് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 10 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും മാറ്റിയിട്ട് ചൂടാറി വന്ന ശേഷം ഈ പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കാം. ആവിയിൽ വേവിച്ചെടുത്തുകൊണ്ട് അടിയൊന്നും കരിഞ്ഞൊന്നും പോവില്ല. പിന്നെ ബട്ടർ പേപ്പറൊക്കെ ഉള്ളതുകൊണ്ട് അടിയിലൊന്നും പിടിക്കൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ബേക്ക് ചെയ്തെടുക്കുന്നതിനുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് നല്ല വെള്ള കളറായിട്ട് തന്നെ ഇരിക്കും. ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ പുറം ഭാഗമൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരും. ഇത് വെള്ള കളറായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഞാൻ കേക്ക് പാത്രത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയ ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് കേക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും മൈദപ്പൊടി വെച്ചിട്ടും ഒക്കെ തയ്യാറാക്കിയെടുക്കാം. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ നമുക്ക് സാധാരണ കേക്കൊക്കെ ചെയ്യുന്ന പോലെ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയിട്ടുള്ള ഈ കേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.